ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുള്ള ഇറാന്റെ മറുപടി ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയായിരുന്നു. അതിൻ്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടതൊന്ന് ബഹ്റൈനിലായിരുന്നു. ബഹ്റൈനിന് മനാമയിൽ നിന്ന് ഷഫി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷഫിക്ക് അറിയാം ഇന്ന് ഈ പകൽ എങ്ങനെയാണ് ബഹ്റൈൻ കടന്നു പോയത് എന്നുള്ളത്. ഷഫി വളരെ കൃത്യമായി അത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമ്മളോട് സംസാരിക്കും. ഷഫി, എന്താണ് നിലവിലുള്ള അവിടുത്തെ അവസ്ഥ? ഇന്നത്തെ ആക്രമണം എങ്ങനെയായിരുന്നു? ഏത് സമയത്തായിരുന്നു? അതിൻ്റെ ഒരു തോത് എത്രത്തോളം ഉണ്ടായിരുന്നു? മഹേഷ്, ഒട്ടും ആശ്വാസകരമായ വാർത്തയല്ല ബഹ്റൈനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് 11:45 ബഹ്റൈൻ സമയം രാവിലെ 11:45 തുടങ്ങിയ മിസൈൽ ആക്രമണം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്ന് US നാവികസേന ആസ്ഥാനത്ത് ബഹ്റൈനിലെ ജുഫേറിലെ US നാവിക ആസ്ഥാനത്ത് രാവിലെ 11:45 കൂടിയാണ് ഇറാന്റെ ആദ്യ മിസൈൽ പതിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായി ഒരു 1.5 മണിക്കൂറോളം തുടർച്ചയായി 1:30 വരെ ബഹ്റൈൻ സമയം ഉച്ചയ്ക്ക് 1:30 വരെ തുടർച്ചയായി ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ഓരോ 15 മിനിറ്റ് ഇടവേളയിലും 4-5 മിസൈലുകളാണ് ജുഫേറിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസ്താവന പുറത്തിറക്കുന്നത്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം തകർക്കപ്പെട്ടിരിക്കുന്നു, രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത ഔദ്യോഗികമായി ഉച്ചയ്ക്ക് 1:30 ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ആ പ്രസ്താവനയോടൊപ്പം പറയുന്നത് ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും ഇതൊരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല എന്നും ആയിരുന്നു പ്രസ്താവന. പിന്നീട് അതിനുശേഷം തുടർച്ചയായി അധികാരികളുടെ നിർദ്ദേശങ്ങൾ വന്നു. അതോടൊപ്പം പറഞ്ഞത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ സമാധാനപരമായി സുരക്ഷിതമായി ഇരിക്കണമെന്നും ഉള്ള നിർദ്ദേശങ്ങളൊക്കെ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഒപ്പം ജുഫേറിലെ ഈ ആക്രമണം ഉണ്ടായ ജുഫേറിലെ അതിന്റെ തൊട്ടടുത്തുമുള്ള പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ ആ സമയങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് എന്ന് നമ്മൾ കരുതുന്നയിടത്ത് ബഹ്റൈൻ സമയം 2:45 കൂടി അടുത്ത ആക്രമണം ഉണ്ടാവുകയാണ് ഉണ്ടായത്. 2:45 ജുഫേറിൽ വീണ്ടും ഇറാന്റെ മിസൈലുകൾ വന്ന് പതിച്ചു. ജുഫേറിലെ US നാവിക ആസ്ഥാനത്ത് വീണ്ടും 2:45 കൂടി ഏകദേശം 3-4 മിസൈലുകൾ വീണ്ടും പതിക്കുന്നു. വലിയ സ്ഫോടന ശബ്ദമുണ്ടായി. അതിനുശേഷം അധികാരികളുടെ മുന്നറിയിപ്പ് വരുന്നു, വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു, വാർണിംഗ് സൈറനുകൾ മുഴങ്ങുന്നു. ഒപ്പം ഈ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനും ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് തയ്യാറെടുക്കുന്നുണ്ട്. അതിന്റെ ആ മിസൈലുകളെ തകർക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പൗരന്മാരും താമസക്കാരും ഒക്കെ സുരക്ഷിതരായിരിക്കണം എന്നുള്ള മുന്നറിയിപ്പും ആ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു 15 മിനിറ്റ് ഇടവേളയിൽ, അത് ബഹ്റൈൻ സമയം 3 മണിയോട് അടുക്കുന്ന ഘട്ടത്തിൽ വീണ്ടും 2 തവണ കൂടി മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഈ ലൈവ് നിൽക്കുന്ന ഘട്ടത്തിലും ഈ മിസൈൽ ആക്രമണം എപ്പോൾ ഉണ്ടാകും എന്ന് നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ചിത്രം ഇതുവരെ നമുക്ക് വ്യക്തമായിട്ടില്ല. നിലവിൽ ആക്രമണങ്ങൾ ഒരു ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു, സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷം 2 തവണ ജുഫേറിലെ നാവിക ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു. ഈ ഘട്ടത്തിലൊക്കെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പൊതുജനങ്ങൾക്കോ ഇവിടുത്തെ പൗരന്മാർക്കോ ഒന്നും ആളപായമോ പരുക്കോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് മഹേഷ്. എന്നിരുന്നാലും നിലവിൽ നമുക്ക് ഇവിടുന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നറിയിപ്പുകൾ തുടരെ വരുന്നുണ്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കാനും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനും വേണ്ടിയുള്ള നിരന്തരമായ അറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നറിയിപ്പുണ്ട്. അവിടെ ആക്രമണത്തിൻ്റെ പൂർണ്ണതോതിൽ അത് അവസാനിച്ചിട്ടില്ല. അതിൻ്റെ ആശങ്കയുടെ പുകപടലങ്ങൾ ഇപ്പോഴും അവിടെ ബഹ്റൈനിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പം